എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രൊഫഷണലിൻ്റെ ലൈഫിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. മറ്റൊന്നുമല്ല, എക്സിക്യൂഷൻ കപ്പാസിറ്റി തന്നെയാണ്. ദ എബിലിറ്റി ടു എക്സിക്യൂട്ട്. എന്ത് കാര്യവും ചിന്തിച്ചു കൂട്ടുന്നതിലല്ല, എന്ത് നടപ്പിലാക്കുന്നതിലുള്ള മികവാണ് ലോകം അംഗീകരിക്കുക. അപ്പോൾ ഒരു പ്രൊഫഷണലായിട്ടുള്ള വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രൊഫഷണലിസം എക്സിബിറ്റ് ചെയ്യുന്ന ഏരിയയാണ് എക്സിക്യൂഷൻ എക്സലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സിക്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയെങ്കിലും ജസ്റ്റ് കാര്യങ്ങൾ നടത്താൻ. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഗെറ്റിംഗ് തിങ്സ് ഡൺ, ഇറ്റ് ഈസ് അബൌട്ട് ഡൂയിങ് തിങ്സ് ഈവൻ ദ സിറ്റുവേഷൻ ഈസ് വെരി ടഫ് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു കാര്യം എങ്ങനെയെങ്കിലും ചെയ്യാന്നുള്ളത് മാത്രമല്ല, എത്ര ടഫായിട്ടുള്ള സിറ്റുവേഷൻ ആയിക്കോട്ടെ അതിനിടയിലും കാര്യം ചെയ്ത് കാണിക്കാനുള്ള മികവാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടത്തണമെങ്കിൽ അതിന് ഭയങ്കര നിശ്ചയദാർഢ്യം ആവശ്യമായിരിക്കും. ഏത് സാഹചര്യങ്ങളുമായിട്ട് ഇഴുകിച്ചേരാനുള്ള ആ ഒരു അഡാപ്റ്റബിലിറ്റി, അതുപോലെ തന്നെ ഭയങ്കര കമ്മിറ്റ്മെൻറ്റ് അഥവാ അക്കൗണ്ടബിലിറ്റി, ഇതൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള എക്സിക്യൂഷൻ കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് സഹായകരമായ ഒരു 5 കാര്യങ്ങൾ, അതാണ് നമ്മുടെ സംസാര വിഷയം. അപ്പോൾ അതിലൊന്നാമത്തത് എംബ്രേസ് ദ ചലഞ്ച്. ഒന്ന്, എന്ത് പരിപാടി ഏറ്റെടുക്കുമ്പോഴും എക്സിക്യൂഷൻ എന്ന് പറയുന്ന അല്പം ടഫായിട്ടുള്ള കാര്യമാണെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവുക. വളരെ ലൈറ്റായിട്ടും വളരെ സിമ്പിളായിട്ടും പല കാര്യത്തെയും കണ്ടാലും ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് ആയിരിക്കില്ല ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ സ്ലോ ആയ ഒരു കാര്യം സ്റ്റോപ്പ് ആവുന്ന അവസ്ഥയല്ല. എവിടെ വേണമെങ്കിലും സ്ലോ ചെയ്യാം ആവശ്യം വരുമ്പോൾ, പക്ഷേ മൊമെൻറ്റം ഉണ്ടാവുന്നു എന്ന് ഉറപ്പ് വരുത്തുക. കാര്യങ്ങളുടെ സീരിയസ്നെസ്സോട് കൂടി തന്നെ ഒരു സംവിധാനത്തെ എക്സിക്യൂട്ട് ചെയ്തെടുക്കുക. 2, ക്യാപിറ്റലൈസ് ഓൺ എവറി മൊമെൻറ്റ്. എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കാൻ പോകുന്ന സമയത്ത് എപ്പോഴും ഒരേ എനർജി ഉണ്ടാവണമെന്നില്ല, എപ്പോഴും അതിനെ പറ്റിയ സാഹചര്യം ഉണ്ടാവണമെന്നില്ല. പക്ഷേ ചെറിയ ചെറിയ ആക്ഷൻസ്, ചെറിയ മൊമെൻറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ ചെറിയ ചെറിയ ആക്ഷൻസ് ആയിരിക്കും പിന്നീട് വലിയ വിജയങ്ങൾ കൊണ്ടുതരുന്നത്. അപ്പോൾ ഓരോ നിമിഷത്തിൻ്റെയും പ്രാധാന്യം തിരിച്ചറിയുക, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. 3rd വൺ ഈസ് സ്റ്റാർട്ട് നൗ. ഡോണ്ട് വെയിറ്റ് ഫോർ ദ പെർഫെക്റ്റ് മൊമെൻറ്റ്. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള നിമിഷം എന്ന് പറഞ്ഞൊരു സംഭവമൊന്നുമില്ല. സ്റ്റാർട്ട് സ്മോൾ, സ്റ്റാർട്ട് സ്ലോ, ബട്ട് സ്റ്റാർട്ട് സംവെയർ എന്നാണ് പറയുന്നത്. അതായത് ചെറുതായിട്ട് തുടങ്ങുക, ചെറുതായിട്ടെങ്കിലും നീങ്ങുക, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങി വയ്ക്കണം. തുടക്കം എന്ന് പറയുന്നത് എക്സിക്യൂഷന് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതുകൊണ്ടൊരു കാര്യം പ്ലാൻ ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അതങ്ങ് തുടങ്ങുക. 4ാമത്തെ കാര്യം, ഫേസ് യുവർ ഫിയേഴ്സ്. പല കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് പിന്നോട്ട് വലിക്കുന്നൊരു കാര്യമാണ്, അത് നടപടിയാവില്ലേ, പരാജയപ്പെടുമോ, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ സാധിക്കില്ലേ എന്നുള്ള ഫിയർ ഓഫ് ഫെയിലിയർ. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. അതിലൂടെ കടന്നു പോയി തന്നെ നമുക്ക് ഈ വിചാരിക്കുന്ന കാര്യം നടത്തിയെടുക്കാൻ സാധിക്കുള്ളൂ. ഫൈനലി, പുഷ് പാസ് പെർഫെക്ഷൻ. അതായത് ഫോക്കസ് ഓൺ പ്രോഗ്രസ് ഓവർ പെർഫെക്ഷൻ. പെർഫെക്ഷൻ നല്ലതാണ്, പക്ഷേ പെർഫെക്ഷനേക്കാൾ നമുക്കൊരു കാര്യം നടത്തിയെടുക്കാൻ ആവശ്യം പ്രോഗ്രസ്സാണ്. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഭേദമാണ് അല്പം എന്തെങ്കിലും ചെയ്യുന്നത്. ആ ഒരു ചിന്താഗതി നമ്മളിൽ ഉണ്ടാവുക. എന്നിട്ട് ഒരു പ്രോഗ്രസ്, ആ പ്രോഗ്രസ് ഒരു അനക്കം സൃഷ്ടിച്ചു എന്നുള്ളതിൽ ഫോക്കസ് ചെയ്യുക. മിസ്റ്റേക്സ് ഉണ്ടാവും, പക്ഷേ നാളെ നമുക്ക് റിഗ്രറ്റ് ചെയ്യപ്പെടുന്നത് എന്തായിരിക്കുന്നല്ലോ, ഇന്നാക്ഷൻസ് ആയിരിക്കും. ഒന്നും ചെയ്യാതിരിക്കുന്നതിനൊക്കെ ഭേദമാണല്ലോ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ ആ പെർഫെക്ഷൻ എന്നുള്ളത് മാറ്റി കാര്യം നടക്കട്ടെ എന്ന രൂപേണ മുന്നോട്ട് നീങ്ങുക. ഈ 5 കാര്യങ്ങളൊന്ന് ശ്രമിച്ചാൽ നമുക്ക് ഈ എക്സിക്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ എക്സിക്യൂഷനിൽ കപ്പാസിറ്റി ഉള്ള ആളുകളെയാണ് ഏത് സ്ഥാപനത്തിലും ജോലിക്കും ആവശ്യം. പ്രസ്ഥാനങ്ങൾ റൺ ചെയ്യുന്ന ആളുകളാണെങ്കിലും വിജയിക്കുന്നത് എക്സിക്യൂഷൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണ്. അങ്ങനെയുള്ള മികച്ചൊരു ടീമിനെയൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഓരോ ബിസിനസ് സ്ഥാപനവും സക്സസ്ഫുൾ ആവുന്നത്. താങ്ക് യു.